പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു പ്രസിദ്ധനായ ചിത്രകാരൻ തൻ്റെ കരങ്ങൾ കൊണ്ട് വരച്ചതായൊരു മനോഹരമായൊരു ചിത്രം താൻ തിരക്കുള്ള ഒരു വഴിയിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ആ പിക്ചറിന്റെ ആ ചിത്രത്തിന്റെ അടിയിൽ ഒരു അടിക്കുറിപ്പ് ഇങ്ങനെ എഴുതി: ഇത് കാണുന്നവർ ഇതിനകത്ത് കാണുന്ന മിസ്റ്റേക്കുകൾ ഇതിനകത്ത് മാർക്ക് ചെയ്യണം. എന്നിട്ടൊരു മാർക്ക് ചെയ്യാനുള്ള ഒരു പെന്നും അതിന്റെ അടിയിൽ വെച്ചു. വൈകുന്നേരം അദ്ദേഹം ആ പിക്ചറിന്റെ അടുക്കൽ തിരിച്ചു ചെന്നപ്പോൾ തന്റെ കണ്ണുകൾ കൊണ്ട് താൻ കണ്ട കാഴ്ച 100 കുറ്റങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുക, മാർക്ക് ചെയ്തിരിക്കുക. ഇതിന്റെ കളർ ശരിയല്ല, ഇവിടെ കൊടുത്ത മാർക്കിങ് ശരിയല്ല, ഇവിടെ വരച്ച വരയുടെ ആ ലെവല് ശരിയല്ല, ഈ കോർണർ പറ്റിപ്പോയി. 100 കുറ്റങ്ങൾ. തനിക്ക് ആകെ നിരാശയായി. ഇത്ര മനോഹരമായിട്ട് താൻ വരച്ച തന്റെ പിക്ചറിനെ കുറിച്ച് ഇത്രമാത്രം നിരാശാജനകമായ അഭിപ്രായങ്ങൾ ഇവിടെ വന്നത് ഓർത്തിട്ട് തനിക്ക് നിരാശ കൊണ്ടിട്ട് താൻ ഇങ്ങനെ തീരുമാനിച്ചു: ഇനി മേലിൽ ഞാനൊരു പിക്ചറും വരയ്ക്കില്ല. ഇനി ഞാൻ മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് തുനിയിൽ ഇന്ന് ഞാനിത് അവസാനിപ്പിക്കുക. താൻ നിരാശയോടെ വീട്ടിൽ ചെന്നു. പക്ഷെ തന്റെ കൂട്ടുകെട്ടിൽ, തന്റെ സുഹൃത്ത് വലയത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആ വ്യക്തി ഇദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തു: ഒരിക്കലും നീ നിർത്തേണ്ട ഒന്നല്ല നിനക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവെന്ന് പറയുന്നത്. നീ വരയ്ക്കണം, അഭിപ്രായങ്ങൾ വരട്ടെ, ഇതൊന്നും നിന്നെ തളർത്തിക്കളയാൻ പാടില്ല, നീ മുമ്പോട്ട് തന്നെ പോകണം. പ്രിയമുള്ളവരെ, ആ ഒരു സുഹൃത്തിന്റെ മോട്ടിവേഷൻ ഈ ചിത്രകാരൻ വീണ്ടും ഒരു ചലഞ്ചായിട്ട് എടുത്തു. താൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചു. അടുത്ത ദിവസങ്ങളിൽ താൻ മനോഹരമായൊരു ചിത്രം വരച്ചിട്ട് അതേ റോഡ് സൈഡിൽ ആ പിക്ചർ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പിക്ചറിനടിയിൽ ഇങ്ങനെയാണ് അടിക്കുറിപ്പ് എഴുതിയത്: ഇത് കാണുന്ന നിങ്ങളിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഈ പിക്ചറിൽ കാണുകയാണെങ്കിൽ ആ മിസ്റ്റേക്ക് എന്താണെന്ന് തിരുത്തി തരണം എന്നുള്ളൊരു അടിക്കുറിപ്പ്. മനസ്സിലാക്കുക, ആദ്യത്തെ പിക്ചറിൽ വെച്ചത് നിങ്ങൾ ഇതിലെ മിസ്റ്റേക്ക് മാർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ പിക്ചറിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇതിനകത്തൊരു മിസ്റ്റേക്ക് കണ്ടാൽ അതിനെ തിരുത്തി തരണം എന്ന് പറഞ്ഞൊരു പെന്നും അവിടെ വെച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ? വൈകുന്നേരം ആ പിക്ചറിന്റെ അടുത്തേക്ക് മടങ്ങി ചെന്ന ഈ ചിത്രകാരന് ഒരാള് പോലും അതിനകത്തൊരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കഥയിൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? പലരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ സൊല്യൂഷൻ, അതിന് പരിഹാരമാർഗം കൽപ്പിക്കാൻ ആർക്കും അറിയത്തില്ലെന്നുള്ളതല്ല, അതിനാർക്കും കഴിയില്ല. തീരെ കടത്തി പറഞ്ഞാൽ, ഏതൊരു വ്യക്തി എന്ത് ചെയ്താലും അവന്റെ പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിക്കാൻ, അവൻ ഏതെല്ലാം വഴിയിലൂടെ പോകുന്നു, അവൻ എന്തൊക്കെ ചെയ്യുന്നു, അവൻ ചെയ്യുന്നതിനകത്ത് എന്തൊക്കെ തെറ്റുകളുണ്ട്, 100 പോസിറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് സംഭവിച്ചാൽ അത് മാത്രം ചൂണ്ടി എടുത്ത് അതിനെ മറ്റുള്ളവരിലേക്ക് റിമാർക്കായി എറിഞ്ഞു കൊടുക്കുന്ന, പരിഹസിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം, തെറ്റുകൾ കാണിച്ചു കൊടുക്കണം, തെറ്റുകൾ വെളിപ്പെടുത്തി കൊടുക്കണം. പക്ഷെ അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള ഒരു നല്ല മാർഗം കൂടി നിർദ്ദേശിക്കുവാണെങ്കിൽ നാം ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു പൂർണ്ണതയുണ്ട്. മറിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനും ഇല്ലാതാക്കാനും അവനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രവൃത്തി വളരെ മോശകരമാണ്. നമ്മൾ മറ്റുള്ളവരെ തളർത്തുന്നവരല്ല, ഉയർത്തുന്നവരും ഉണർത്തുന്നവരുമായിരിക്കണം. നമ്മൾ അല്പം താന്നു പോയാലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നല്ല മനോഭാവം എന്നിലും നിങ്ങളിൽ രൂപപ്പെട്ടാൽ അതാണ് ഏറ്റവും ഒരു മഹത്തായ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, തെറ്റുകൾ ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ബൈബിൾ പറയുന്നത് എങ്ങനെയാ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും പാപികളാ, തെറ്റില്ലാത്ത ആരുമില്ല. പക്ഷെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടി അവരെ തളർത്തുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവരെ തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പരിഹാരമാർഗം ഓതിക്കൊടുക്കുന്ന സുഹൃത്തുക്കളായിട്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ, നമ്മുടെ സർക്കിളിൽ ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഒത്തിരി സമ്പാദിക്കാനും ഒത്തിരി ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും നല്ല നല്ല സുഹൃത്തുക്കളെ, നല്ല മോട്ടിവേറ്ററായിട്ട് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന, ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാൻ കഴിയുന്ന, ഒരു നല്ല പൗരനായി, മൂല്യമുള്ള പൗരനായി മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ നിങ്ങൾ മാറിയാൽ നമ്മുടെ സമൂഹത്തിന് മാറ്റമുണ്ടാകും.
പ്രിയമുള്ളവരെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിന് പരിഹാരം ഓതിക്കൊടുക്കുക, പരിഹരിക്കാനുള്ള മാർഗം ഓതിക്കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മളിൽ പരാജയം. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, ഒരു പൂർണ്ണ മനുഷ്യനായി തീരാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന, അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് അവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അതിന് പരിഹരിക്കാനുള്ള മാർഗം കൂടി അവരോട് ചേർന്ന് നിന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല വ്യക്തിയായിട്ട്, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന ഒരു ആഹ്വാനത്തോടെ ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.